ഹനീഫിക്ക് അവിടെ എല്ലാവർക്കും ഉണ്ടാകുന്ന പുറത്തെ ഒരു ട്രെയിനിങ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ കൊച്ചു ചെറിയ ഓട്ടകളാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്, അത് വലിയ ഓട്ടകളാണോ അടയ്ക്കേണ്ടത്? നിങ്ങളുടെ ഫോക്കസ് വലിയ ഓട്ടകളിൽ ആവണ്ടേ, അതായത് ഈ ചെറിയ പ്രശ്നങ്ങളിലോട്ടാണോ? അവരെന്ത് കഴിച്ചു, എന്ത് കുടിച്ചു, എന്ത് പറഞ്ഞു, പറഞ്ഞ അക്ഷരം മാറിപ്പോയോ, അക്ഷരപ്പിശകുണ്ടോ, പെർഫെക്ഷൻ ഉണ്ടോ, ഇതൊക്കെ നോക്കുന്നതാണോ നമ്മളുടെ ജോലി, അതോ നമ്മളുടെ ടാർഗറ്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? എന്താണ് ഹനീഫിക്കയുടെ അഭിപ്രായം? എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, ഞാൻ ഹനീഫിക്കയോട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വലുത് പെട്ടെന്ന് കാണും, പക്ഷെ ചെറിയ കാര്യങ്ങളിലേക്കും നമ്മൾ വേണം. ഒരു ബിസിനസ് ഓണർ എന്നുള്ള എനിക്ക് ചെറുത് വലുത് ഒന്നുമില്ല. കാരണം കാംനെസ്സിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചെറുത് വലുതും നോക്കി നിൽക്കണ്ട. നമ്മളറിഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ ഇടപെടണം. നമുക്ക് റെസ്പോൺസിബിലിറ്റി നമ്മളത് തന്നെയാണ്. അവിടെ നമ്മൾ എത്ര പേരെ നിർത്തിയാലും അവരിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാലും അത് നമ്മളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുക. അവിടെ എല്ലാറ്റിലും വരണം എന്ന് തന്നെയാണ്, വലുത് മാത്രം പോരാ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ സംസാരിക്കുന്നത് ചെറുതും മീഡിയം ബിസിനസ്സും ആണല്ലോ. നമ്മൾ ബിസിനസ് വലുതാക്കുമ്പോൾ നമ്മളുടെ കൂടെ നമ്മൾ ടീം മെമ്പേഴ്സിനെയും വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ ടീം മെമ്പേഴ്സ് നമ്മളുടെ വേവ് ലെങ്ത്തിലോട്ട് മാറുകയും നമ്മളുടെ ഗോളിനെ അവർ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് വീണ്ടും വളരുന്നത്. നമ്മളുടെ പാത്ത് ഏതാണോ ഇതെല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ എൻ്റെ സ്ഥാപനത്തിൽ ഒരു പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നാൽ അത് എങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ളതും എങ്ങനെ നമ്മുടെ ഗോളിലോട്ട് അത് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് ടീമിനെ പഠിപ്പിച്ചാൽ, അത് ടീമിനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ആവർത്തിക്കില്ല. കാരണം അവർ എൻകൗണ്ടർ ചെയ്യും. അതെ. അപ്പം ആ ഒരു ശ്രദ്ധ, ആ റിവ്യൂ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ കീഴിലുള്ള ആൾ ആരാണോ അയാൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിരിക്കണം. അതെ, ഏത് കാര്യവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ സിസ്റ്റം വരുമ്പോഴേ നമുക്കിപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു മാസം ചെയ്യണം, ഒരാഴ്ച ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ദിവസം ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എഴുതുമല്ലോ. നമ്മളൊരു വ്യക്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഒരാൾ മാത്രമായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളുടെ എല്ലാ ഓഫീസിലുണ്ടാവും ഇൻവേർട്ടർ ഉണ്ടായിരിക്കും, അല്ലേ? ഈ ഇൻവേർട്ടർ എപ്പോഴാണ് വെള്ളം നിറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. അതുപോലും കൃത്യമാക്കണം. അപ്പൊ അത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. മാസത്തിലൊരിക്കൽ, 6 മാസത്തിലൊരിക്കൽ ഇത് ഇങ്ങനെ ആയിരിക്കണം. അത് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പ്രോബ്ലം വന്നാൽ ഇന്ന ആളെ അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളെ കോൺടാക്ട് ചെയ്തിരിക്കണം, ഇത്ര ദിവസത്തിനുള്ളത് കറക്റ്റ് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് നമ്മളുടെ ടീമിനെ ശീലിപ്പിച്ച് നമ്മളുടെ ഈ ഡയറിയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ചെക്ക് ലിസ്റ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ്, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് പ്രോപ്പർ ആണോ എന്നുള്ള റിവ്യൂ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഈ പ്രോബ്ലം അവിടെ എന്തുകൊണ്ടാണ് ട്രെയിനേഴ്സ് ഇതിലെല്ലാം കൂടെ നമ്മൾ ചെന്ന് തലയിടരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, വലിയ പ്രോബ്ലത്തിന് മാത്രം തലയിട്ടാൽ മതി. അത് അവർ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രോബ്ലംസ് ആവർത്തിക്കുമ്പോൾ, ചെറിയ പ്രോബ്ലംസ് അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ വീണ്ടും ചെന്ന് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യുന്നത്, അവിടെ നമുക്ക് പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. പ്രോബ്ലംസ് ആവാം, പ്രശ്നങ്ങൾ വരട്ടെ ഒറ്റത്തവണ, പിന്നെ അത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ ബിസിനസ് പോയി കഴിഞ്ഞാൽ എത്ര പ്രോബ്ലംസ് നമുക്ക് വരാം. അത് കഴിഞ്ഞാൽ അത് തീർന്നു, പ്രോബ്ലംസ് തീർന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ചെറിയ കാര്യങ്ങളും വേണം എന്ന് തന്നെയാണ്. എന്നാലും ഞാൻ പറയാം, നമ്മളെ ടൈം 24 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ ഈ ചെറിയ പ്രശ്നങ്ങളിൽ കുടുങ്ങി കടന്നാൽ വലിയ പ്രോബ്ലംസ് അവിടെ ബാക്കിയാവും. അതെ. അല്ലെങ്കിൽ അത് മാത്രമല്ല, പ്രോബ്ലംസ് മാത്രമല്ലല്ലോ, ഒരു ബിസിനസ് ആകുമ്പോൾ ഇതുപോലെ റിവ്യൂസ് വേണം. അതൊന്നും ചിലപ്പോൾ നടക്കില്ല. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നത് ഒരു കണക്കും കൃത്യമായിട്ട് കിട്ടില്ല. അതെ. അതുകൊണ്ട് നമ്മൾ ടൈം എവിടെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അറിയണം. അത് എന്നാലും ഷോപ്പിനകത്ത് നടക്കുന്ന ഏതൊരു ചെറിയ കാര്യവും നമ്മളൊരു വിട്ടുകൊടുക്കരുത്. അവിടെ എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്തിട്ട് അത് വിട്ട് കളയുക. പക്ഷെ അപ്പോഴും അറ്റൻഡ് ചെയ്യണം. നമ്മൾ അറ്റൻഡ് ചെയ്യുകയും അത് രണ്ടാമത് ആവർത്തിക്കാതിരിക്കാൻ അതിനുള്ള ആളുകളെ നമ്മൾ സെറ്റ് ചെയ്യണം. അതെ. അവിടെ അതിന് നോക്കാനും ആള് വേണം. അല്ലെങ്കിൽ അത് അങ്ങനെ ആരും നോക്കാനുമില്ല, ഒന്നുമില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് 2 ദിവസം മുമ്പ് പോലും ഒരു ചെറിയ ബിസിനസ് മാനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു, അവർക്കുള്ള എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഭയങ്കര പ്രോഫിറ്റിലാണ്. കാരണം അക്കൗണ്ട് സിസ്റ്റത്തിൽ കാണുന്നുണ്ട്, വലിയ പ്രോഫിറ്റ് കാണുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ഇപ്പൊ എന്നോട് പറയുന്നു, എനിക്ക് ഉറക്കമില്ല. കാരണം കണക്കിലേക്ക് ഇതുവരെ റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. റിവ്യൂ ചെയ്യാനൊരു ചെറിയ സമയം കിട്ടിയപ്പോൾ കണക്കിലേക്ക് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇത് ഈ കാണുന്ന നമ്പേഴ്സ് ഒന്നും അല്ല ഒറിജിനൽ ഉള്ളത്.
എത്രയോ ഇല്ലാത്ത സാധനം വരെ അവർ പുറത്തേക്ക് ഇൻസെന്റീവ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മളെ തിരക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് വരും. ഡ്യൂഡ് ടെലികോം. Dude Telecom.